Hey guys, welcome back to our channel Foodart Vlogs. ഇന്ന് ചോക്കോ ബനാന പുഡിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചോക്കോ ബനാന പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ആദ്യം ഗനാഷ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഇവിടെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇതിവിടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഗനാഷ് കട്ടിയായി കിട്ടുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. കട്ടിയായി വരുമ്പോൾ ഗ്ലേസിങ്ങിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ കപ്പിലാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറാണ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയറായിട്ട് ഒരു ബിസ്ക്കറ്റ് പാലിൽ മുക്കി വെക്കുന്നുണ്ട് ഇവിടെ. തേർഡ് ലെയറായിട്ട് ബനാനയാണ് വെക്കുന്നത്. ചെറിയ ചെറിയ സ്ലൈസാക്കി മുറിച്ച ബനാനയാണ്. ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ പ്രോസസ്സ് തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബിസ്ക്കറ്റ് പാലിൽ മുക്കിയതിന് പകരം നിങ്ങൾ കോഫിയിൽ മുക്കുകയാണെങ്കിൽ ബനോഫി പുഡിംഗ് ആവും. ഈ പുഡിംഗ് ബനോഫി പുഡിംഗ് തമ്മിൽ ആകെ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇതിൽ ലാസ്റ്റായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഡ്രിസിൽ ചെയ്യാം, നട്ട്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ബനാന പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. Thank you for watching. Do share, like and subscribe. Bye bye. Love you all.